ധർമ്മസ്ഥലയിലേക്ക് തിരികെ പോകുന്നു. രണ്ടാം ദിവസവും തിരച്ചിലിന് അന്വേഷണ സംഘം ഒരുങ്ങുന്നു. മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞു ഉൾക്കാട്ടിലെ 3 ഇടങ്ങളിൽ ഒരേ സമയം പരിശോധന നടത്തും. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഇന്നത്തെ പരിശോധന ആരംഭിച്ചോ? വിശദാംശങ്ങൾ. അനുജ, 11 മണിയോടുകൂടി നേത്രാവതി സ്നാനഘട്ടത്തിനടുത്തേക്ക് ഈ SIT സംഘം എത്തി. ഫോറൻസിക്, റവന്യൂ, ഒപ്പം തന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള വനംവകുപ്പ് അടക്കമുള്ള വിഭാഗങ്ങളിലുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു വലിയ സംഘമാണ് ഈ ഉൾക്കാട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം സ്പോട്ടിലാണ് ഇപ്പോൾ ഈ കാട്ടിലെ രണ്ടാം സ്പോട്ടിലാണ് പരിശോധന നടത്തുന്നത്. നേരത്തെ തീരുമാനിച്ചിരുന്നത് 3 സ്പോട്ടുകളിൽ സമാന്തരമായി പരിശോധന നടത്താനാണ്. അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് സൂചിപ്പിക്കുമ്പോഴും ഇപ്പോൾ രണ്ടാം സ്പോട്ടിൽ മാത്രമാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ നേത്രാവതി പുഴയുടെ ഓരത്താണ്. അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും മഴക്കാലത്ത് ധാരാളമായി വെള്ളം കയറുന്ന സ്ഥലമാണ്. 2018 ദക്ഷിണ കന്നഡയിലുണ്ടായ പ്രളയത്തിൽ വെള്ളത്തിൽ മുങ്ങിയ സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം സ്പോട്ടിൽ നിന്നും മൂന്നാം സ്പോട്ടിൽ നിന്നുമൊക്കെ എന്ത് കിട്ടും എന്നുള്ളതിലൊരു ആശങ്ക നിലവിൽ ഈ SITക്കും ഉണ്ട്. ഒപ്പം തന്നെ ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ളവർ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവർ ഉറച്ചു പറയുന്നത് ഇവിടെ തന്നെ 14 സ്പോട്ടുകളാണ് ഇന്ന് മെനങ്ങാന്ന് മുൻ ശുചീകരണ തൊഴിലാളി അത് മാർക്ക് ചെയ്തു കൊടുത്തത്. അപ്പോൾ അന്ന് മാർക്ക് ചെയ്ത ഇടങ്ങളിൽ ഉറപ്പായും ഈ അസ്ഥികൂടങ്ങൾ ലഭിക്കും, തലയോട്ടികൾ ലഭിക്കും എന്നുള്ള കാര്യമൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ SIT സംഘവും വലിയ പ്രതീക്ഷയിലാണ്. അവർ ശുചീകരണ തൊഴിലാളിയുടെ ഈ ഒരു നീക്കങ്ങളൊക്കെയും അദ്ദേഹത്തിൻ്റെ മൊഴിയും ഒക്കെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞ അത്രയും ആഴത്തിലും വീതിയിലും ഒക്കെ കുഴിച്ച് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അവരും അപ്പോൾ സമ്മതിക്കുന്നുണ്ട് JCB ഒക്കെ കൊണ്ടുവന്നാണ് ഇവിടെ പരിശോധന നടത്തേണ്ടി വന്നത്. ഇന്ന് ഇവിടേക്ക് മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരാൻ കഴിയില്ല. കാരണം വനത്തിനുള്ളിലേക്ക് കടന്നാണ് പരിശോധന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ ഈ JCB അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കില്ല. അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളൊക്കെ പരിശോധനയിൽ തന്നെ കുഴപ്പമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഈ പരിശോധന ബാധിക്കുന്നു. ധർമ്മസ്ഥലയിൽ രണ്ടാം ദിവസവും പരിശോധന തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പോയിന്റ് 2-ലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ദുഷ്കരമാണ് ഈ പരിശോധന. ഇടയ്ക്ക് അവിടെ മഴ പെയ്യുന്നുണ്ട്. കൂടാതെ ഇതിനു മുൻപൊരു പ്രളയമൊക്കെ ഉണ്ടായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഇതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടാകുമെന്നൊക്കെയുള്ളതിൽ സംശയമുണ്ട്. പക്ഷേ അന്വേഷണ സംഘം അവരുടെ അന്വേഷണവും പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് തത്സമയം ധർമ്മസ്ഥലയിൽ നിന്ന് മുഹമ്മദ് റഹീസ് നൽകിയ വിവരം.